നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. CPIM അരൂർ ഏരിയ സമ്മേളനം നവംബർ 24-25 തീയതികളിലായി പൊന്നാംവിളിയിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കുത്തിയതോടി NSS ഹാളിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു കഴിഞ്ഞു. കുഫോസ് സർവകലാശാല സെന്റർ ഓഫ് എക്സലൻസ് ഇൻ അക്വാറ്റിക് റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് കൺസർവേഷൻ പ്രൊഫസർ VN സഞ്ജീവനാണ് സെമിനാർ ഉദ്ഘാടനം ചെയ്തത്. വരും ദിവസങ്ങളിലും ബൃഹത്തായ കലാ കായിക സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. DYFE ബ്ലോക്ക് കമ്മിറ്റി 22-ാം തീയതി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കും. എരമല്ലൂർ ടർഫിലാണ് മത്സരങ്ങൾ നടക്കുക. CPIM ഏരിയ സെക്രട്ടറി PK സാബു ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. 23-ാം തീയതി വൈകിട്ട് 3:30 ഫ്യൂഷൻ കൈകൊട്ടിക്കളി മത്സരം നടക്കും. ഒന്നാം സമ്മാനം 7,001 രൂപയും ട്രോഫിയും, രണ്ടാം സമ്മാനം 3,001 രൂപയും ട്രോഫിയുമാണ്. ഓൺലൈൻ സർഗോത്സവം നടന്നുകൊണ്ടിരിക്കുന്നു. 15 വയസ്സിൽ താഴെയും മുകളിലുമായി 2 വിഭാഗങ്ങളിലായാണ് മത്സരം. നാടൻപാട്ട്, കവിതാപാരായണം എന്നീ മത്സരങ്ങളിൽ പങ്കെടുക്കാം. സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഏകപാത്ര നാടക മത്സരം 23-ാം തീയതി രാത്രി 7-ന് പൊന്നാംവിളി ജയലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടക്കും. ഒന്നാം സമ്മാനം 7,001 രൂപയും രണ്ടാം സമ്മാനം 3,501 രൂപയുമാണ്. വാർത്താ സമ്മേളനത്തിൽ മുൻ MP AM ആരിഫ്, സംഘാടക സമിതി ചെയർമാൻ NP ഷിബു, നിലവിലുള്ള ഏരിയ സെക്രട്ടറി PK സാബു, കൺവീനർ CT വിനോദ്, പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R ജീവൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അനന്തുനിമേശൻ, N സജി എന്നിവർ പങ്കെടുത്തു. പാർട്ടിയുടെ സമ്മേളനങ്ങൾ ജനാധിപത്യത്തിൻ്റെ ഉത്സവം എന്നുള്ള നിലയിലാണ് പാർട്ടി കണക്കാക്കുന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ പാർട്ടി സമ്മേളനങ്ങളിലും നമ്മൾ വിവിധങ്ങളായ വിഷയങ്ങൾ ചർച്ച ചെയ്യും. നമ്മുടെ നാടിൻ്റെ സാമൂഹിക വിഷയം, അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ. അതോടൊപ്പം കഴിഞ്ഞ 3 വർഷക്കാലത്തെ ലോക രാഷ്ട്രീയമടക്കം പ്രാദേശിക രാഷ്ട്രീയ സംഭവവികാസങ്ങളടക്കം നടക്കുന്ന ലോകത്തെ പ്രദേശത്തെയും രാഷ്ട്രീയ സംഭവവികാസങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പാർട്ടി ഇട്ടിട്ടുള്ള പരിപാടികളും പ്രവർത്തന പദ്ധതികളും എങ്ങനെയാണ് നടത്തിയത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അനുഭവം വിലയിരുത്തി ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതുതായി വന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടി വിലയിരുത്തി ഭാവി പ്രവർത്തനം കരുപ്പിടിപ്പിക്കുക എന്നുള്ളതാണ് പാർട്ടി സമ്മേളനങ്ങളുടെ അർത്ഥമാക്കുന്നത്. സമ്മേളനത്തോടനുബന്ധിച്ച് കിടപ്പ് രോഗികളുള്ള 500 കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യും. നവംബർ 24-ാം തീയതി പൊന്നാംവിളി ജയലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത ഉദ്ഘാടനം ചെയ്യും. ഏരിയയിലെ 3,126 പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 122 പ്രതിനിധികളും 22 ഏരിയ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കും. സാമൂഹ്യ വിഷയങ്ങളും ദൈനംദിന ജീവിത പ്രശ്നങ്ങളും അഭിസംബോധന ചെയ്യുന്ന സമ്മേളനത്തിൽ മത്സ്യ സംസ്കരണ വ്യവസായ മേഖലയിലെ പ്രതിസന്ധി, നെൽകൃഷി വികസനം, ഉയരപ്പാത നിർമ്മാണം സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, മാലിന്യ വിമുക്ത പരിപാടി, ഇതര സംസ്ഥാന തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ, അരൂർ മേഖലയിലെ വെള്ളക്കെട്ടിനുള്ള പരിഹാരം എന്നിവയടക്കം വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ റിപ്പോർട്ട് കയർ മേഖല നേരിടുന്ന പ്രതിസന്ധി പ്രതിനിധികളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്കായി സമർപ്പിക്കും. 25-ാം തീയതി റെഡ് വോളണ്ടിയർ പരേഡോടുകൂടി പട്ടണക്കാട് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് പ്രകടനം ആരംഭിക്കും. പൊന്നാംവിളി സീതാറാം യെച്ചൂരി നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ഫിഷറീസ് സാംസ്കാരിക മന്ത്രിയുമായ സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. കലാകായിക മത്സര വിജയികൾക്കുള്ള സമ്മാനം പൊതുസമ്മേളന വേദിയിൽ വെച്ച് മന്ത്രി കൈമാറും. സമ്മേളനത്തിൽ വെച്ച് പാർട്ടിയുടെ കീഴിലുള്ള അരൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ കെട്ടിടം നിർമ്മിക്കാൻ സൗജന്യമായി ഭൂമി നൽകിയ എരമല്ലൂർ സ്വദേശി KA പീറ്ററിനെ ചടങ്ങിൽ ആദരിക്കും. അതോടൊപ്പം മുതിർന്ന പാർട്ടി പ്രവർത്തകരെയും മൺമറഞ്ഞ പാർട്ടി പ്രവർത്തകരുടെ കുടുംബാംഗങ്ങളെയും ആദരിക്കും. ഈ സമ്മേളനം ഏറ്റവും ഗംഭീരമായി, ഏറ്റവും കൂടുതൽ ബഹുജന ശ്രദ്ധയെ ആകർഷിക്കുന്ന രൂപത്തിൽ ബഹുജനങ്ങളുടെ ആകെ പങ്കാളിത്തത്തോടുകൂടി ഏറ്റവും ഭംഗിയായി നടത്തി തീർക്കണമെന്നുള്ളതാണ് ഇതിൻ്റെ സംഘാടകർ എന്നുള്ള നിലയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും LDFിൻ്റെ നേതൃത്വത്തിൽ ആണ് ഭരിക്കുന്നത്. അതിൻ്റെ ബഹുജനാടിത്തറയുടെ വളർച്ചയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അരൂരിലെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി
നവകേരള സദസ്സിൻ്റെ ഭാഗമായി ഇവിടെ ഈ വേലിയേറ്റ സമയത്ത് ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം അത് നിമിത്തം ഉണ്ടാകുന്ന യാത്രാ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് നീർച്ചാലുകൾ എല്ലാം തന്നെ വൃത്തിയാക്കുന്നതിനും അതിൻ്റെ സൈഡ് പ്രൊട്ടക്ഷനുമായി 7 കോടിയോളം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ തുറവൂർ താലൂക്ക് ആശുപത്രി. അവിടെ അതിൻ്റെ നിർമ്മാണം, പുതിയ ബ്ലോക്കിൻ്റെ നിർമ്മാണം ഇടക്കാലത്തൊന്നും മന്ദീഭവിച്ചെങ്കിലും ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അതും കഴിയുന്നത്ര വേഗം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ പാർട്ടി എന്ന നിലയിൽ സർക്കാരിന്മേൽ സമ്മർദ്ദം ചെലുത്തി ജനപ്രതിനിധികളോട് ആവശ്യപ്പെട്ട് ആ കാര്യമായ കാര്യങ്ങൾ ഇടപെടുത്തി. ചുമതലകളിൽ പെടുന്ന ഏറ്റവും സുപ്രധാനപ്പെട്ട ഒന്ന് പാർട്ടിയുടെ വളർച്ചയ്ക്കൊപ്പം തന്നെ പൊതുസമൂഹത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ആവശ്യമായ ഇടപെടലുകൾ കൂടി നടത്തുന്നതിന് ഗവൺമെന്റിന്മേൽ സമ്മർദ്ദം ചെലുത്തി സാധ്യതകളെ, ത്രിതല പഞ്ചായത്തുകളെ ഉപയോഗപ്പെടുത്തി ആ രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ കൂടി നടത്തും. സമ്മേളനത്തിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ പാർട്ടിയുടെ സംഘടനാപരമായ കെട്ടുറപ്പും വളർച്ചയ്ക്കും അപ്പുറത്തേക്ക് ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ പൊതുവിലുള്ള വികസനത്തെയും അതിൻ്റെ വളർച്ചയുമാകെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പാർട്ടി സമ്മേളനങ്ങളാകെ സംഘടിപ്പിച്ചത്. അരൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഇവിടെ കിടപ്പ് രോഗികളെ ഞങ്ങളുടെ ഹോം നേഴ്സും എല്ലാം പരിചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ 388 കിടപ്പ് രോഗികളെയാണ് ഞങ്ങളിപ്പോൾ 8 പഞ്ചായത്തുകളിലായി പരിചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുൾപ്പെടെ വളരെ നിർധനരായ ആളുകളെ തിരഞ്ഞ് ഞങ്ങളിപ്പോൾ 500 കുടുംബങ്ങൾക്ക് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഒരു പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു ഭക്ഷ്യക്കിറ്റ് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി വിതരണം ചെയ്യുക. സമ്മേളനത്തിൽ ഞങ്ങളുടെ താഴെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഈ സമ്മേളനത്തിൻ്റെ ഭാവി, ഈ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാവി പരിപാടികളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതോടൊപ്പം തുടക്കത്തിൽ തന്നെ പ്രതിനിധി സമ്മേളനം ആരംഭിക്കുമ്പോൾ തന്നെ പാർട്ടിയുടെ ആദ്യകാല നേതാക്കന്മാരും മൺമറഞ്ഞ പാർട്ടിയുടെ ധീരരായ സഖാക്കളുടെ എല്ലാം കുടുംബങ്ങളെ പ്രത്യേകമായ ആദരവ് നൽകിക്കൊണ്ടാണ് സമ്മേളനം ആരംഭിക്കുന്നത്. നമ്മുടെ തുറവൂർ ആശുപത്രിയുടെ വികസനം ഈ നമ്മള് താലൂക്ക് ആശുപത്രിയായിട്ട് പ്രഖ്യാപിച്ചെങ്കിൽ ഇപ്പോഴും ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു സംവിധാനം ഇല്ലാണ്ട് ഇപ്പോഴും തുറവൂർ ആശുപത്രി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ചെറിയ കൈമുറിഞ്ഞെത്തിയാലും അവരപ്പത്തിന് അടുത്ത ആശുപത്രിയിലേക്ക് പറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകാനുള്ളൊരു 24 മണിക്കൂറും ചികിത്സ സൗകര്യമുള്ള ആശുപത്രിയാക്കി മാറ്റിയത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ്. കാഷ്വാലിറ്റി അടിയന്തര ചികിത്സാ സംവിധാനവും അന്ന് ഏർപ്പെടുത്തിയതാണ്. പക്ഷേ ഡോക്ടർമാരിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഡോക്ടർമാർ ഇരിക്കുന്ന സമയത്ത് അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി, അത് കഴിഞ്ഞ് സാമൂഹ്യാരോഗ്യ കേന്ദ്രമായി മാറി. അപ്പോഴാണ് 7 ഡോക്ടർമാർ, അത് തന്നെ 3 ഡോക്ടർമാരുണ്ടായിരുന്നത് 7 ഡോക്ടർമാരായി മാറാൻ ഏതാണ്ട് 10-20 കൊല്ലം എടുത്തു. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.